തിരുവനന്തപുരത്ത് ശ്രീനാരായണ ഗുരുമന്ദിരത്തിന് നേരെ ആക്രമണം. തിരുവനന്തപുരം ഉള്ളൂരിലാണ് സംഭവം. ഗുരുമന്ദിരത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തു. മന്ദിരത്തിൽ രക്തക്കറയും കാണപ്പെട്ടിട്ടുണ്ട്. ജ്യോതിഷ് ജനാർദ്ദനൻ വിശദാംശങ്ങൾ നൽകും. ജ്യോതിഷ്, ആരാണ് ഈ അക്രമത്തിന് പിന്നിൽ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? ഗൗതം, ഉള്ളൂര് എന്ന ആക്കുളത്തേക്ക് തിരിയുന്നിടത്തൊരു റോഡ് സൈഡിലിരിക്കുന്ന ഗുരുമന്ദിരത്തിലാണ് ഇതുപോലൊരു ആക്രമണം നടന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാണിക്ക വഞ്ചി ഉണ്ടായിരുന്നു. ഇതെടുക്കാൻ വേണ്ടി വന്ന ഒരു മോഷ്ടാവെന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്ന വിവരം. ഇവിടുത്തെ കാണിക്ക വഞ്ചി എടുക്കാൻ വേണ്ടി എടുക്കാൻ പാടായതുകൊണ്ട് ഇവിടുത്തെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചാണ് ഈ മോഷ്ടാക്കൾ ഇവിടുത്തെ കാണിക്ക വഞ്ചി എടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സൈഡിൽ രക്തക്കറയുണ്ട്. കാണിക്ക വഞ്ചിയുടെ ഗ്ലാസ് പൊട്ടിച്ചതും ഇപ്പോൾ കയ്യിൽ നിന്ന് ഉണ്ടായ രക്തം ഇവിടെ ഈ സൈഡിൽ ഇവിടെ ഭിത്തിയെ തേച്ച് വെച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു ഇന്ന് വെളുപ്പിനെയാണ് ഇത് സംബന്ധിച്ചുള്ള സംഭവം നടന്നത്. മോഷണ ശ്രമമെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് സിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ചിപ്പോൾ ഫോറൻസിക് സംഘം ഉടൻ എത്തുമെന്നാണ് മെഡിക്കൽ കോളേജ് CI നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഈ ഗുരുമന്ദിരത്തിൻ്റെ പൂജകൾ നടത്തുന്ന പൂജാരിയാണ്. അനിൽകുമാർ എന്നാണ് പൂജാരിയുടെ പേര്. എന്താണ് ഇവിടെ നടന്നതെന്ന്? ഞാനിന്ന് രാവിലെ എല്ലാ ദിവസവും വരുമ്പോൾ 4 മണിക്ക് 4:30 ഇടയ്ക്ക് ഇവിടെ എത്താറുണ്ട്. ഇന്ന് രാവിലെ ഒരു 4:25 4:30 ഇവിടെ എത്തിയപ്പോൾ ഈ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ച നിലയിലാണ്. അകത്ത് നോക്കിയപ്പോൾ കാണിക്ക വഞ്ചിയും കാണാനില്ല. അപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ രക്ഷാധികാരിയായ അജിത് കുമാറിനെ വിവരം അറിയിക്കുകയും പുള്ളിയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങളൊരു പരാതിയും കൊടുത്തിട്ടുണ്ട്. അതിന് പ്രകാരം മെഡിക്കൽ കോളേജ് CI ഇവിടെ വരികയും സ്ഥലത്ത് വന്ന് അന്വേഷണം നടത്തുകയും 1-2 CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ ഉടൻ തന്നെ വിളിച്ചറിയിക്കാമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഗൗതം, അതുപോലെയാണ് ഇവിടുത്തെ സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് CI പരിശോധിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഈ ഗുരുമന്ദിരം സ്ഥാപിച്ചിട്ട് 20 വർഷത്തോളം ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല. ഇത് പ്രധാനമായിട്ട് ഇവിടുത്തെ മോഷണ ശ്രമം തന്നെയാണെന്നാണ് ഇവിടുത്തെ സർക്കിൾ പറയുന്നത്. കാരണം ഇവിടെ ദിവസം 6 മാസം കൂടുമ്പോഴാണ് ഇവിടുത്തെ കാണിക്കവഞ്ചിയിൽ നിന്ന് ഇവിടുത്തെ പണം എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഏതാണ്ട് ഇതിനു മുമ്പ് ഈ സെപ്റ്റംബറിലാണ് ഇത്തരത്തിൽ ഇവിടുത്തെ പണം കാണിക്കവഞ്ചിയിൽ നിന്ന് എടുത്ത് അതിനുശേഷം ഇവിടുത്തെ കാണിക്കവഞ്ചിയിൽ നിന്ന് പണം എടുത്തിട്ടില്ല. അപ്പോൾ ഏതാണ്ട് 6 മാസം ആകാറാകുന്നു. ആ ഒരു സമയത്താണ് ഏതാണ്ട് 5000-ന് മുകളിൽ തുക ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ പൂജാരിയായിട്ടുള്ള അനിൽകുമാർ പറയുന്നത്. എന്താണേലും മെഡിക്കൽ കോളേജ് CIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉടൻ തന്നെ ഫോറൻസിക് സംഘം ഈ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഗൗതം, ഓക്കെ. തിരുവനന്തപുരത്ത് ഗുരുമന്ദിരത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഗുരുമന്ദിരത്തിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കപ്പെട്ടിരിക്കുന്നു. രക്തക്കറ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാണിക്ക വഞ്ചി മോഷണം പോയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ജ്യോതിഷ് ജനാർദ്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.